ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സ് മൊഡ്യൂൾ 6 സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ പാർട്ട് 6 ആണ്. നമ്മളിതിനു മുമ്പ് ചെയ്ത എല്ലാ വീഡിയോസും നമ്മളൊരു HSA മാത്തമാറ്റിക്സ് എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നന്നായി എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഫ്രീക്വൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ഫ്രീക്വൻസി എന്താണ്? ഫ്രീക്വൻസിയുടെ മലയാളം ആവൃത്തി. ഓക്കെ, ഒരു ശ്രേണിയിലെ ഒരു പ്രത്യേക വിലയുടെ ആവർത്തനങ്ങളുടെ എണ്ണത്തെ ആവൃത്തി എന്ന് പറയുന്നു. ഓക്കെ, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഒരുപാട് നമ്പറുകൾ ആവർത്തിച്ച് വരുന്നുണ്ടാവും. ഈ ആവർത്തനങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിയാൽ, ഒരു ക്ലാസ്സിൽ 40 മാർക്ക് വാങ്ങിയ 15 വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ 40ൻ്റെ ആവൃത്തിയാണ് 15. ഒരു ക്ലാസ്സിൽ 40 മാർക്ക് വാങ്ങിയ 15 കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 40ൻ്റെ ആവൃത്തിയാണ് എന്ത്? 15 എന്ന് പറയുന്നത്. നമ്മൾ ഡാറ്റ ശേഖരിക്കുമ്പോൾ ചിലപ്പോൾ ഈ താഴോട്ട് ഇങ്ങനെ എഴുതി പോകുമ്പോൾ 40 ചിലപ്പോൾ നമ്മൾ 15 വട്ടം എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോൾ ആദ്യം 10 എഴുതിയിട്ടുണ്ടാവും, പിന്നെ 20 എഴുതിയിട്ടുണ്ടാവും, പിന്നെ 12 എഴുതിയിട്ടുണ്ടാവും, പിന്നെ 40 എഴുതിയിട്ടുണ്ടാവും, പിന്നെയും 40 എഴുതിയിട്ടുണ്ടാവും ചിലപ്പോൾ. പിന്നെ ഒരു 3-4 നമ്പർ കഴിഞ്ഞിട്ട് വീണ്ടും 40 എഴുതിയിട്ടുണ്ടാവാം, അല്ലേ? അതൊക്കെ നമ്മൾ ക്രോഡീകരിച്ചാണ്ട് നമ്മൾ എന്ത് ചെയ്യും? ടേബിൾ ആക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ 40നെ നമ്മൾ എത്ര വട്ടം ആവർത്തിച്ച് വരുന്നുണ്ടോ അതിൻ്റെ എണ്ണമായിട്ട് ആവൃത്തിയായിട്ട് അതിൻ്റെ എണ്ണം കൂടെ എഴുതും. ഇപ്പം 40 മാർക്ക് വാങ്ങിയ 15 വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഈ 40ൻ്റെ ആവൃത്തിയാണ് ആര്? 15 എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഫ്രീക്വൻസി, എന്താണ് ആവൃത്തി എന്നുള്ളത് കത്തിയല്ലോ. ഇനി ആവൃത്തി പട്ടിക, ഫ്രീക്വൻസി ടേബിൾ. ഇതാ ഒരു എക്സാമ്പിളാണ്. 10 മാർക്കിൻ്റെ ഒരു എക്സാം ഇട്ടപ്പോൾ അതിൽ കുട്ടികൾ വാങ്ങിയ മാർക്ക് 6 മാർക്ക് വാങ്ങിയ 2 കുട്ടികൾ. അപ്പോൾ 6ൻ്റെ ഫ്രീക്വൻസിയാണ് 2. 7 മാർക്ക് വാങ്ങിയ 3 കുട്ടികൾ, 7ൻ്റെ ഫ്രീക്വൻസി അഥവാ ആവൃത്തിയാണ് 3. 8 മാർക്ക് വാങ്ങിയ 7 കുട്ടികൾ, അപ്പോൾ 8ൻ്റെ ആവൃത്തിയാണ് 7. 9 മാർക്ക് വാങ്ങിയ 7 കുട്ടികൾ, 9ൻ്റെ ആവൃത്തിയാണ് 7. 10 മാർക്ക് വാങ്ങിയ ഒരു കുട്ടി, 10ൻ്റെ ആവൃത്തിയാണ് 1. ഓക്കെ, ഇനി ഒരു ആവൃത്തി പട്ടികയിലെ ഡാറ്റയിലെ പ്രാപ്താങ്കങ്ങൾ അവയുടെ കൃത്യമായ എണ്ണം നൽകി സൂചിപ്പിക്കുകയാണെങ്കിൽ അതിനെ വേറിട്ട ആവൃത്തി പട്ടിക, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ എന്ന് വിളിക്കുന്നു. നമ്മൾ നേരത്തെ എഴുതിയ അതേ ടേബിൾ തന്നെ, അല്ലേ? ഓരോന്നിനെയും സെപ്പറേറ്റ്, അതിൽ ഒബ്സർവേഷൻസുകളെല്ലാം അവയുടെ കൃത്യമായ എണ്ണം നൽകി സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ 6 2 എണ്ണം കണ്ടോ, 7 3 എണ്ണം കൃത്യമായ എണ്ണാണ്. 7 എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. അങ്ങനെ കൃത്യമായിട്ടുള്ള എണ്ണം നൽകി സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് വേറിട്ട ആവൃത്തി പട്ടിക, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ. ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ടാവും, മലയാളമാണ് നമുക്ക് പരിചയമില്ലാത്തത്. ഓക്കെ, വേറിട്ട ആവൃത്തി പട്ടിക, വേറിട്ട് ഓരോന്ന് കാണിക്കുക. ഓക്കെ, വേറിട്ട് ഓരോന്നിനെ കാണിക്കുക, അങ്ങനെ ആലോചിച്ചാലും മതി. അതാണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ. ഇനി ക്ലാസുകളും അവയുടെ ആവൃത്തികളും സൂചിപ്പിക്കുന്ന ആവൃത്തി പട്ടികകളെ തുടർ ആവൃത്തി പട്ടിക, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ എന്ന് വിളിക്കുന്നു. ഇവയെ ആവൃത്തി വിതരണം, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാറുണ്ട്. എങ്ങനെയാ? ക്ലാസുകളും അവയുടെ ആവൃത്തികളും, അതായത് 0 തൊട്ട് 10 വരെ 30 കുട്ടികൾ, അതിൽ 0 മാർക്ക് വാങ്ങിയ കുട്ടി ഉണ്ടാവാം, 1 മാർക്ക് വാങ്ങിയ കുട്ടി, 2 മാർക്ക് വാങ്ങിയ കുട്ടി, അങ്ങനെ 9 മാർക്ക് വാങ്ങിയ കുട്ടികൾ വരെ ഉണ്ടാവാം. കറക്റ്റ് 1 മാർക്കിന് ഇത്ര എണ്ണം എന്ന് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ടേബിളിൽ 6 മാർക്ക് വാങ്ങിയ 2 കുട്ടികൾ എന്ന് കറക്റ്റ് നമ്മൾ അവിടെ എണ്ണം എഴുതിയിരുന്നു, അല്ലേ? ഇവിടെ 10 മുതൽ 20 വരെയാണ്, അത് 45 പേര്. അങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തുടർ ആവർത്തി പട്ടിക, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ. തുടർ ആവർത്തി പട്ടിക, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ. ഓക്കെ, അപ്പോൾ വേറിട്ട ആവർത്തി പട്ടികയും തുടർ ആവർത്തി പട്ടികയും തുടർന്ന് ഇങ്ങനെ പോവുക, അല്ലേ? ഇനി ഒരു ക്ലാസിൻ്റെ താഴ്ന്ന പരിധിയോ ഉയർന്ന പരിധിയോ
താഴ്ന്ന പരിധിയോ ഉയർന്ന പരിധിയോ പരാമർശിക്കാതെ നൽകുമ്പോൾ അവയെ അറ്റം തുറന്ന ക്ലാസുകൾ ഓപ്പൺ എൻഡഡ് ക്ലാസ് എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുക? അറ്റം തുറന്ന ക്ലാസുകൾ. അടുത്തായിട്ടോ വേറിട്ട ആവർത്തി പട്ടിക, പിന്നെന്താ തുടർ ആവർത്തി പട്ടിക. അപ്പൊ അടുത്തത് അറ്റം തുറന്ന ക്ലാസുകൾ. അറ്റം ബോൾഡ് ചെയ്തിട്ടില്ല, അറ്റം തുറന്ന ക്ലാസുകൾ എന്നാണ് അത് കേട്ടോ. ചിലപ്പോൾ ഒന്നാമത്തെ ക്ലാസിന്റെ താഴെ പരിധിയോ അവസാനത്തെ ക്ലാസിന്റെ ഉയർന്ന പരിധിയോ നിർണ്ണയിക്കാൻ സാധിക്കാറില്ല. അത്തരം ഘട്ടങ്ങളിൽ അറ്റം തുറന്ന ക്ലാസുകൾ ഉപയോഗിക്കുന്നതാണ് സാധാരണ. ഇപ്പൊ സാലറി റേഞ്ച് വെച്ചിട്ട് ഒരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ബിലോ 10,000 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ലോവർ റേഞ്ച് എത്രയെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ബിലോ 10,000 എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ എബവ് 50,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 50,000 മുകളിലേക്ക് ലാസ്റ്റ് വാങ്ങുന്ന ആളുടെ സാലറി എത്രയെന്ന് പറഞ്ഞിട്ടില്ല അയാള്. ഓക്കെ, അപ്പോൾ ലോവർ എൻഡും അപ്പർ എൻഡും എന്ത് ചെയ്തിട്ടില്ല? നിശ്ചയിച്ചിട്ടില്ല. അഥവാ താഴ്ന്ന പരിധിയുമില്ല ഉയർന്ന പരിധിയും ഇവിടെ പരാമർശിക്കുന്നില്ല. ഇങ്ങനെ വരുന്ന ക്ലാസ്സുകളെയാണ് നമ്മൾ അറ്റം തുറന്ന ക്ലാസ്സുകൾ. ഒരു ക്ലാസിന്റെ താഴ്ന്ന പരിധിയും ഉയർന്ന പരിധിയല്ല കേട്ടോ. ഓരോ ക്ലാസ്സിനും താഴ്ന്ന പരിധി ഉണ്ട്. കണ്ടോ, ഇവിടെ 10,000 to 20,000 എന്ന് പറയുമ്പോൾ 10,000 അതിന്റെ താഴ്ന്ന പരിധി, 20,000 ഉയർന്ന പരിധി. അങ്ങനെയല്ല, ആ ഡാറ്റയുടെ ആ ഒബ്സർവേഷന്റെ ആ പ്രാപ്താംഗത്തിന്റെ താഴ്ന്ന പരിധിയും ഉയർന്ന പരിധിയും തന്നിട്ടില്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഓപ്പൺ എൻഡഡ് ക്ലാസ്. അറ്റം തുറന്ന ക്ലാസ്സുകൾ. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അറിയില്ല. ഓക്കെ, അങ്ങനെ വരുന്നതിനാണ് നമ്മൾ അറ്റം തുറന്ന ക്ലാസ്സുകൾ എന്ന് പറയാം. അടുത്തത് കേവല ക്ലാസ്സുകളും ഉൾച്ചേർക്കൽ ക്ലാസ്സുകളും. ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. എക്സ്ക്ലൂസീവ് ക്ലാസ്സസ് ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ്സസ്. കേവല ക്ലാസ്സുകൾ ആണ് എക്സ്ക്ലൂസീവ് ക്ലാസ്സസ്. ഉയർന്ന പരിധികൾ ഉൾപ്പെടുകയില്ല. ഒരു ടേബിൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു കേവല ക്ലാസിന്റെ ഉയർന്ന പരിധി തന്നെയായിരിക്കും തൊട്ടടുത്ത ക്ലാസിന്റെ താഴ്ന്ന പരിധി. കേവല ക്ലാസ്സുകൾ വേറിട്ട ചരങ്ങൾക്കും തുടർ ചരങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. ഒരു ഉൾച്ചേർക്കൽ ക്ലാസ്സിൽ ഇൻക്ലൂസീവ് ക്ലാസ്സസ് താഴ്ന്ന പരിധി മുതൽ ഉയർന്ന പരിധി വരെയുള്ള മുഴുവൻ വിലകളും രണ്ട് പരിധികളും ഉൾപ്പെട്ടിരിക്കും. ഉൾച്ചേർക്കൽ ക്ലാസ്സുകളിൽ ഒരു ക്ലാസിന്റെ ഉയർന്ന പരിധി തന്നെ അടുത്ത ക്ലാസിന്റെ താഴ്ന്ന പരിധിയായി നൽകുകയില്ല. വേറിട്ട വിലകൾക്ക് മാത്രമാണ് ഉൾച്ചേർക്കൽ ക്ലാസ്സുകൾ ഉപയോഗിക്കുന്നത്. ഓർത്തോളാം, വേറിട്ട വിലകൾക്ക് മാത്രമാണ് ഉൾച്ചേർക്കൽ ക്ലാസ്സുകൾ അഥവാ ഇൻക്ലൂസീവ് ക്ലാസ്സസ് ഉപയോഗിക്കുന്നത്. പക്ഷേ കേവല ക്ലാസ്സുകളോ വേറിട്ട ചരങ്ങൾക്കും തുടർ ചരങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഉൾച്ചേർക്കൽ ക്ലാസ്സുകൾ ഉപയോഗിക്കുന്നത് വേറിട്ട വിലകൾക്ക് മാത്രമാണ്. ഒരു ഉൾച്ചേർക്കൽ ക്ലാസിന്റെ ക്ലാസ് പരിധിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കേവല ക്ലാസ്സുകളാക്കി മാറ്റാനും സാധിക്കും. ഞാനിവിടെ ഒരു ടേബിൾ കാണിച്ചു തരാം. കേവല ക്ലാസ്സുകളും ഉൾച്ചേർക്കൽ ക്ലാസ്സുകളും കേട്ടോ. നോക്കിക്കോളാം. ഇപ്പോ നമ്മളോട് പറഞ്ഞു കേവല ക്ലാസ്സുകൾ എക്സ്ക്ലൂസീവ് ക്ലാസ്സസിൽ എന്തുണ്ടാവില്ല? ഉയർന്ന പരിധി അതിൽ ഇൻക്ലൂഡഡ് അല്ല. ഇപ്പൊ ഇവിടെ 1:10 എന്ന് പറയുന്നുണ്ടല്ലോ, ആ ക്ലാസ്സിൽ 10 ഉൾപ്പെടില്ല. 10 ശരിക്കും എവിടെ വരികയെന്നറിയോ? തൊട്ടടുത്ത ക്ലാസിന്റെ താഴ്ന്ന പരിധി ആയിട്ടാണ് 10 വരിക. അതിലാണ് നമ്മൾ 10. അതാണ് എക്സ്ക്ലൂസീവ്. എക്സ്ക്ലൂഡ് ചെയ്യുക കേവല ക്ലാസ്. മറ്റത് ഓർത്താ ഉൾച്ചേർക്കുക. അപ്പൊ ചേരും, അപ്പൊ എല്ലാം ചേരും. ഉൾച്ചേർക്കുക, ചേർക്കുക. കണ്ടോ, ഉൾച്ചേർക്കുക. അതിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും പെടും. താഴ്ന്ന പരിധി ഉയർന്ന പരിധിയും പെടും. കേവല ക്ലാസ്സിലോ ഉയർന്ന പരിധി പെടില്ല. ഓക്കെ ആണോ? ഇനി ഒരു ക്ലാസിന്റെ ഉയർന്ന പരിധി ആയിരിക്കും തൊട്ടടുത്ത ക്ലാസിന്റെ താഴ്ന്ന പരിധി. അത് മനസ്സിലായല്ലോ? കണ്ടോ, ഇതാണ് എന്ത്? എക്സ്ക്ലൂസീവ് ക്ലാസ് ഫസ്റ്റത്തത് അഥവാ കേവല ക്ലാസ്. 1:10, 10:20, 20:30, 30:40. അതില് ഉയർന്ന പരിധി ഉൾപ്പെടില്ല. ഉയർന്ന പരിധി ആയിരിക്കും തൊട്ടടുത്ത ക്ലാസിന്റെ താഴ്ന്ന പരിധി. ഉയർന്ന പരിധി ഇവിടെ 1:10 പറയുമ്പോൾ അതിൽ 10 പെടില്ല. ഇനി എന്താണ് ഉൾച്ചേർക്കൽ? അതിൽ താഴ്ന്ന പരിധിയും ഉയർന്ന പരിധിയും ഇൻക്ലൂഡഡ് ആണ്. 1:9 എന്ന് പറഞ്ഞാൽ 1 മുതൽ 9 വരെ അതിൽ പെട്ടു. പിന്നെ അടുത്ത ക്ലാസിന്റെ താഴ്ന്ന പരിധി 9 അല്ല. കണ്ടോ, മറ്റൊടത്ത് അങ്ങനെയല്ല. ഒരു ക്ലാസിന്റെ ഉയർന്ന പരിധി മറ്റേ ക്ലാസിന്റെ താഴ്ന്ന പരിധിയാണ്. കണ്ടോ, 20 ഈ ക്ലാസിന്റെ ഉയർന്ന പരിധി, അത് ഇപ്പുറത്ത് എത്തിയപ്പോൾ മറ്റേതിന്റെ താഴ്ന്ന പരിധി. 30 ഇതിന്റെ ഉയർന്ന പരിധി, ഇവിടെ എത്തിയപ്പോൾ ലാസ്റ്റത്തെ ക്ലാസിന്റെ താഴ്ന്ന പരിധി. ഓക്കെ, അപ്പോൾ ഇൻക്ലൂസീവും എക്സ്ക്ലൂസീവും. ഉൾച്ചേർക്കൽ അപ്പോൾ എന്താ? താഴ്ന്ന പരിധിയും ഉയർന്ന പരിധിയും അതിൽ ഇൻക്ലൂഡഡ് ആണ്.
കേവല ക്ലാസ്സിലോ ഉയർന്ന പരിധി ഉണ്ടാകില്ല. ഇനി ഈ ഉൾച്ചേർക്കൽ ക്ലാസ്സിനെ നമ്മൾ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയാണ്ട് എന്താക്കാറുണ്ട്, കേവല ക്ലാസ്സാക്കി മാറ്റാറുണ്ട്. ഇതാ കണ്ടോ, ഇപ്പോൾ 1 to 10, 11 to 20, 21 to 30 ഉണ്ടല്ലോ. അതിനെ നമ്മൾ എങ്ങനെയാണെന്നറിയോ, ഇതിൻ്റെ ഉയർന്ന പരിധി എത്രയാ, 10. ഇതിൻ്റെ താഴ്ന്ന പരിധി എത്രയാ, 11 അല്ലേ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 11 10 പോയാൽ എത്രയാ, 1. ഇതിൻ്റെ പകുതി ഫസ്റ്റത്തേന്ന് മൈനസ്, അഥവാ താഴ്ന്ന പരിധിയിൽ നിന്ന് മൈനസ് ചെയ്യും, ഉയർന്ന പരിധിക്ക് കൂട്ടും. 1ൻ്റെ പകുതി എത്രയാ, 0.5 അഥവാ അര അല്ലേ. അപ്പോൾ 1 പോയാൽ 0.5, 10 കൂട്ടിയാൽ 10.5, 11 പോയാൽ 10.5, 20 കൂട്ടിയാൽ 20.5. കണ്ടോ, 21.5 പോയാൽ 20.5, 30 കൂട്ടിയാൽ 30.5. കണ്ടോ, ഇങ്ങനെയാണ് ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കുന്നത്, അഥവാ ഉൾച്ചേർക്കൽ ക്ലാസ്സിനെ കേവല ക്ലാസ് ആക്കി മാറ്റുന്ന മെത്തേഡ്. ഓക്കെ ആണ്. ഓക്കെ, ക്ലാസ്സുകളൊന്നും മറക്കരുത് കേട്ടോ. അടുത്ത് റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ, ആപേക്ഷികാവൃത്തി പട്ടിക. എന്താണ് ആപേക്ഷികാവൃത്തി പട്ടിക? ഒരു പ്രാപ്താംഗത്തിൻ്റെയോ ക്ലാസിൻ്റെയോ ആവൃത്തിയുടെയോ ആകെ ആവൃത്തിയുടെയും ആകെ ആവൃത്തിയുടെ, അഥവാ ഒരു പ്രാപ്താംഗത്തിൻ്റെ അല്ലെങ്കിൽ ക്ലാസിൻ്റെ ആവൃത്തിയുടെയും ആകെ ആവൃത്തിയുടെയും അംശബന്ധത്തെ അതിൻ്റെ ആപേക്ഷികാവൃത്തി എന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ആവൃത്തിയും ആകെ ആവൃത്തിയും തമ്മിലുള്ള അംശബന്ധം, അതിനെയാണ് ആപേക്ഷികാവൃത്തി എന്ന് പറയുന്നത്. ആവൃത്തി ബൈ ആകെ ആവൃത്തി. ഓക്കെ, ഇവിടുത്തെ ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 അപ്പോൾ ഇവിടുത്തെ റിലേറ്റീവ് ഫ്രീക്വൻസി എന്താ, 4/20, 5/20, 5/20, 2/20, 4/20. ഇതാണ് ഇവിടുത്തെ റിലേറ്റീവ് ഫ്രീക്വൻസി. ചിലപ്പോൾ നമുക്ക് പോയിന്റ് സംഖ്യകളൊക്കെ ആയിരിക്കും കേട്ടോ, അത് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ 4/20 എന്നല്ലേ തന്നിട്ടുള്ളത്, അതിനെ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ 4 തന്നെ കട്ട് ചെയ്യുക അല്ലേ. ഒരു 4 4, I4 20, 1/5 കിട്ടും. അപ്പോൾ 0.2 എന്ന് കിട്ടും. കണ്ടോ, ഇങ്ങനെ ഓരോന്നും ഡിവൈഡ് ചെയ്താണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം കേട്ടോ. ചിലപ്പോൾ നമ്മളുടെ ഓപ്ഷനിൽ അങ്ങനത്തെ നമ്പറുകളായിരിക്കും ഉണ്ടാവുക, അപ്പോൾ അതും നമ്മളൊന്ന് കണ്ടുപിടിച്ച് വെക്കണം. ഇനി അടുത്ത് 5/20 ചെയ്യുമ്പോൾ 5 കട്ട് ചെയ്യുമ്പോൾ 1, 20ന് 5 കട്ട് ചെയ്യുമ്പോൾ 4 കിട്ടും, 0 10 വരും അല്ലേ. 10ൽ എത്ര 4 ഉണ്ട്, 2 4 8, 2 വരും 25, സോറി I4 20, 0.25 വരും. ഇങ്ങനെ ഓരോന്ന് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓരോന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് കണ്ടെത്താം. ഇനി ഇതിലൊരു പോയിന്റും കൂടി പറയുന്നുണ്ട്, നോക്കിയേ. ആപേക്ഷിക ആവൃത്തിയുടെ ആകെ തുക 1 ആയിരിക്കും. ആപേക്ഷിക ആവൃത്തിയുടെ ആകെ തുക എത്രയായിരിക്കും, 1 ആയിരിക്കും. ഇതെല്ലാം കൂടി കൂട്ടി നോക്കിയാൽ എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ 20 അല്ലേ. എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ 20 അല്ലേ. ഇതൊക്കെ ഒന്ന് കൂട്ടി നോക്കിയാൽ 4 5 4 9, 9 5 14, 14 2 16, 16 4 20. അപ്പോൾ 20/20 എത്രയാ, 1 അല്ലേ. ആണോ, അപ്പോൾ ആപേക്ഷിക ആവൃത്തിയുടെ ആകെ തുക അതെത്രയാണ്, 1 ആണ്. ആപേക്ഷിക ആവൃത്തി കാണാനുള്ള സമവാക്യം എന്താണ്, ആവൃത്തി ബൈ ആകെ ആവൃത്തി. അടുത്ത് ശതമാനാവർത്തി പട്ടിക, പെർസെൻറ്റേജ് ഫ്രീക്വൻസി ടേബിൾ. അത് ഈ ആപേക്ഷിക ആവൃത്തിയുടെ പെർസെൻറ്റേജ്, അതിനൊന്ന് ഇൻറ്റു ചെയ്താൽ മതി 100 കൊണ്ട്. ഓരോ വിലകളുടെയും ക്ലാസിൻ്റെ ആവൃത്തികൾ ആകെ ആവൃത്തിയുടെ എത്ര ശതമാനമാണെന്ന് സൂചിപ്പിക്കുന്ന പട്ടികകളാണ് ശതമാനാവർത്തി പട്ടിക. ശതമാനാവർത്തി കണ്ടോ, ആവൃത്തി ബൈ ആകെ ആവൃത്തി, അത് ആപേക്ഷിക ആവൃത്തിയാണ്. അതേ ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാത്തിനെയും 100 കൊണ്ട് ഗുണിച്ചേണ്ടതാ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടതാ. ഇവിടുന്ന് ഒരു 0 പോവും, ഇവിടുന്ന് ഒരു 0 പോവും. 10/2 എത്രയാണ്, 5. അപ്പോൾ 100/20 5 കിട്ടിയാലോ, 5 × 4 20. വീണ്ടും 100/20 5, 5 × 5 25, 100/20 5, 5 × 5 25, 100/20 5, 2 × 5 10, 100/20 5, 4 × 5 20 പെർസെൻറ്റേജ്. ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് 100 കിട്ടും. 20 20 40, 40 50 60 70 80 90, പിന്നെ ഈ 2 5 10 100 അല്ലേ. അപ്പോൾ പെർസെൻറ്റേജുകളെല്ലാം കൂട്ടുമ്പോൾ 100 കിട്ടും. ഓക്കെ, അപ്പോൾ ആപേക്ഷികാവൃത്തിനെ 100 കൊണ്ട് ഗുണിച്ചാൽ എന്തായി, ശതമാനാവൃത്തിയായി.
ആപേക്ഷിത ആവൃത്തികളുടെ തുക 1 ശതമാനാവർത്തികളുടെ തുക 100 ആയിരിക്കും. ഓക്കെ. അടുത്ത് ദ്വിചാര ആവർത്തി പട്ടിക ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ടേബിൾ. രണ്ട് സവിശേഷതകൾ എങ്ങനെയാ? രണ്ട് സവിശേഷതകൾ ഒരേ സമയം വിശകലനം ചെയ്യുന്ന ഡാറ്റയെ ദ്വിചാര ഡാറ്റ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ മൂന്നോ അതിലധികമോ സവിശേഷതകൾ ഒരുമിച്ച് വിശകലനം ചെയ്യുന്ന ഡാറ്റയെ ബഹുചാര ഡാറ്റ എന്ന് വിളിക്കും. കണ്ടോ, ഉയരവും ഭാരവും ഒന്നിച്ചു വരിക. ഓക്കെ, ഉയരവും ഭാരവും ഒന്നിച്ചുള്ള ടേബിളിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ദ്വിചാര ആവർത്തി പട്ടിക ബൈവേരിയേറ്റ് ഫ്രീക്വൻസി. അടുത്ത് സഞ്ചിതാവർത്തി പട്ടിക അഥവാ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. സഞ്ചിതാവർത്തി നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കുറെ കണ്ടിട്ടുണ്ടല്ലേ? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നൊക്കെ പറഞ്ഞിട്ട് അതന്നെ ചെയ്തു കേട്ടോ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ മലയാളമാണ് സഞ്ചിതാവർത്തി പട്ടിക. ഒരു നിശ്ചിത സംഖ്യയേക്കാൾ നോക്കിക്കോളാം, ഒരു നിശ്ചിത സംഖ്യയേക്കാൾ ചെറുതോ തുല്യമോ ആയ വിലകളുടെ എണ്ണത്തെ ആ സംഖ്യയുടെ ആരോഹണ സഞ്ചിതാവർത്തി ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ, എങ്ങനെയാ? ഒരു സംഖ്യയുടെ ഒരു നിശ്ചിത സംഖ്യയേക്കാൾ ചെറുതോ തുല്യമോ ആയ വിലകളുടെ എണ്ണത്തെ ആരോഹണ സഞ്ചിതാവർത്തി ലെസ് ദാൻ, ചെറുത്, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇനി ചെറുതോ തുല്യമോ ആയ വിലകളുടെ എണ്ണം, അപ്പൊ ചെറുതോ തുല്യമായതാണെന്നുണ്ടെങ്കിൽ ആരോഹണം, ചെറുതോ തുല്യമായതാണെന്നുണ്ടെങ്കിൽ ആരോഹണം. ഓക്കെ, ഇനി വലുതോ തുല്യമോ ആയതാണെന്നുണ്ടെങ്കിൽ അവരോഹണം, ഗ്രേറ്റർ. ഇംഗ്ലീഷ് ഓർക്കാൻ സുഖമാണല്ലേ, വലുത്, ഗ്രേറ്റർ. ഓക്കെ, ഇനി ആ ടേബിൾ കാണുമ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം, അപ്പോൾ ഒരു ഐഡിയയും കൂടിയും കിട്ടും. ആരോഹണ സഞ്ചിതാവർത്തികളുടെയും അവരോഹണ സഞ്ചിതാവർത്തികളുടെയും സൂചിപ്പിക്കുന്ന പട്ടികകളെ സഞ്ചിതാവർത്തി പട്ടികകൾ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയും. എന്താ പറയാ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയും. ഓക്കെ, സഞ്ചിതാവർത്തി പട്ടിക എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഹണ സഞ്ചിതാവർത്തികളെയും അവരോഹണ സഞ്ചിതാവർത്തികളെയും സൂചിപ്പിക്കുന്ന പട്ടികകളെ സഞ്ചിതാവർത്തി പട്ടികകൾ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയും. ഇനി ആരോഹണ സഞ്ചിതാവർത്തിയും അവരോഹണ സഞ്ചിതാവർത്തിയും വരുന്ന ഒരു ടേബിൾ നോക്കാം നമുക്ക്. നോക്കിയാ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോണേ, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആരോഹണ സഞ്ചിതാവർത്തി. എന്താണ് ആരോഹണവും അവരോഹണവും തമ്മിലുള്ള മലയാളത്തിൽ പറയുന്നത്? ആരോഹണം എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതെന്ന് ഇങ്ങനെ വലുതേക്ക് പോവുക അല്ലെ? ലെസ് ദാൻ ക്യുമുലേറ്റീവ്, ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ചെറുത്, ചെറുതെന്ന് തുടങ്ങിയിട്ട് വലുതേക്ക് പോവുക, ആരോഹണം. ചെറുതെന്ന് തുടങ്ങിയിട്ട് വലുതേക്ക് പോവുക. ഓക്കെ, ചെറുതോ തുല്യമോ ആയത്. കണ്ടോ, ഇവിടുത്തെ ഫ്രീക്വൻസി എത്രയാ? 10. പിന്നെ 22, 37 ഇതിങ്ങനെ കൂട്ടും. 10ക്ക് 22, 12 കൂട്ടിയിട്ട് 22, 22ക്ക് 15 കൂട്ടിയിട്ട് 37, 37ക്ക് 13 കൂട്ടിയാൽ 50, 50ക്ക് 9 കൂട്ടിയാൽ 59. ഇതാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, ചെറുതോ തുല്യം. കണ്ടോ, 10 തുല്യല്ലേ? ഇനി അവരോഹണം, അവരോഹണം എന്ന് പറഞ്ഞാൽ എന്താ? വലുതെന്ന് ചെറുതുക്ക്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങും. 59 ആദ്യം ഇത്. കണ്ടോ, 59. വലുതോ കണ്ടോ, 10 ഇവിടുത്തെ ഫ്രീക്വൻസി, അതിനേക്കാൾ വലുതാണ് 59. പിന്നെ അതിൽ നിന്ന് 12 കുറച്ച് 49, അതിൽ നിന്ന് 15 കുറച്ച് 37, അതിൽ നിന്ന് 13 കുറച്ചിട്ട് 22, അതിൽ നിന്ന് 9 കുറച്ചിട്ട് 9. ഇതാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും. എന്താണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് കിട്ടിയോ? ആരോഹണ സഞ്ചിതാവൃത്തിയും അവരോഹണ സഞ്ചിതാവൃത്തിയും ഓക്കെ ആയില്ലേ? ഓക്കെ. ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള ഒരു 6 ചോദ്യങ്ങളൊന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തത് നോക്കാം. നമുക്ക് ഈ ഒരു വീഡിയോയിൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ഇതിനു മുമ്പും പറഞ്ഞ കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? ഡാറ്റയെ 2 വ്യത്യസ്ത വിഭാഗങ്ങളായി തരംതിരിക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. ഏകതല വർഗീകരണം, ദ്വിതല വർഗീകരണം, ബഹുതല വർഗീകരണം ഇവയൊന്നും അല്ല. ഡാറ്റയെ 2 വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നതിനെ പറയുന്നത് എന്താണ്? അത് ദ്വിതല വർഗീകരണമാണ്. എന്താണ്? ദ്വിതല വർഗീകരണം. ഓക്കെ, ഇനി ഞാൻ ഈ ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം കേട്ടോ.
രണ്ടാമത്തെ ചോദ്യം, ഒരു നിശ്ചിത സംഖ്യയേക്കാൾ കൂടിയ വിലകളുടെ എണ്ണത്തെ ഡാഷ് എന്ന് പറയുന്നു. സഞ്ചിതാവൃത്തി, ശതമാനാവൃത്തി, ആരോഹണ സഞ്ചിതാവൃത്തി, അവരോഹണ സഞ്ചിതാവൃത്തി. ഒരു നിശ്ചിത വിലയേക്കാൾ കൂടിയ വിലകളുടെ എണ്ണത്തെ, കൂടിയ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ, കൂടിയ. അപ്പൊ എന്താണ്? അവരോഹണം. എന്താണ്? അവരോഹണം. വലുതെന്ന് ചെറുതക്ക് ഇങ്ങനെ വരിക, വലുതെന്ന് ചെറുതക്ക്. കൂടിയതാണ് പറഞ്ഞിട്ടുള്ളത്, ചെറുതെന്ന് എന്നല്ല പറഞ്ഞത്, ചെറുതോ തുല്യമോ എന്നല്ല പറഞ്ഞത്, കൂടിയ വിലകളുടെ എണ്ണത്തെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വലുതെന്ന് ചെറുതക്ക് പോവാണ് ചെയ്യുക. അവരോഹണ സഞ്ചിതാവൃത്തി. എന്താണ്? അവരോഹണ സഞ്ചിതാവൃത്തി. മൂന്നാമത്തെ, ഒരു കേവല ക്ലാസ് ഡാഷിനെ ഒഴിവാക്കുന്നു. കേവല ക്ലാസും ഇൻക്ലൂസീവും എക്സ്ക്ലൂസീവും നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? കേവല ക്ലാസും ഉൾച്ചേർക്കൽ ക്ലാസും. കേവല ക്ലാസ് ആരെ ഒഴിവാക്കുക? താഴ്ന്ന പരിധിനെയാണോ, ഉയർന്ന പരിധിയാണോ, രണ്ട് പരിധികളാണോ, ഏതെങ്കിലും ഒരു പരിധിയാണോ കേവല ക്ലാസ്? ഉൾച്ചേർക്കൽ ക്ലാസ് പറഞ്ഞിട്ട്, ചേർക്കുക എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? രണ്ടിനെയും ചേർക്കുന്നത്. ഇവിടെ കേവല ക്ലാസ് ആരെയാണ് ഒഴിവാക്കുന്നത്? ഉയർന്ന പരിധിയെ. ആരെയാണ് ഒഴിവാക്കുന്നത്? ഉയർന്ന പരിധി. അല്ലേ? അതെ. ഇനി നാലാമത്തെ ചോദ്യം, ഒരു തൊഴിലാളി ഓരോ വർഷവും ഹാജരാകാത്ത ദിവസങ്ങളുടെ എണ്ണം ഡാഷ് തരം ഡാറ്റയാണ്. നാമപരം, ഗണാത്മകം, വേറിട്ട ചരം, തുടർചരം. ഒരു തൊഴിലാളി ഓരോ വർഷവും ഹാജരാകാത്ത ദിവസങ്ങളുടെ എണ്ണം, ഓരോ വർഷവും. ഇപ്പോൾ 2020 ചേർന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 2020 ഇത്ര ദിവസം, 2021 ഇത്ര ദിവസം, 2022 ഇത്ര ദിവസം, 2023 എത്ര ദിവസം, 2024 എത്ര ദിവസം എന്ന് പറഞ്ഞു ചെയ്തു അല്ലേ? അതിനെ നമ്മൾ എന്താ പറയുക? അതിന് നമ്മൾ നാമപരമാണോ? അതിലെന്തെങ്കിലും പേരുണ്ടോ? ഗുണാത്മകം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തെങ്കിലും ഗുണം വെച്ചിട്ടാണോ? എന്തെങ്കിലും ക്രൈറ്റീരിയ വെച്ചിട്ടാണോ? അല്ല. നമുക്ക് എന്ത് പറയാം? വേറിട്ട ചരം എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? അതെ, നമുക്ക് എന്താണ് പറയാൻ പറ്റുക? വേറിട്ട ചരമാണ്. ഓരോ വർഷത്തിനും സെപ്പറേറ്റ് എണ്ണങ്ങളാണ്. സോ വി ക്യാൻ സേ ദാറ്റ് വേറിട്ട ചരം. അടുത്ത്, താഴെ പറയുന്നവയിൽ ഏതാണ് ഡാറ്റയെ പ്രതിനിധീകരിക്കുന്നത്? ഏകവില, രണ്ട് വിലകൾ മാത്രമുള്ള കൂട്ടം, ഒരു കൂട്ടം വിലകൾ, മുകളിൽ പറഞ്ഞതെല്ലാം. ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം വിലകളാണോ, ഏക വിലയാണോ, രണ്ട് വിലകൾ മാത്രമുള്ള കൂട്ടാണോ, അതോ മുകളിൽ പറഞ്ഞതെല്ലാം ഉണ്ടോ? ആരാണ് ഡാറ്റ? ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം വിലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ എന്ന് പറയുന്നത്. ഒരു കൂട്ടം വിലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ എന്ന് പറയുന്നത്. അടുത്തത്, 120 വിലകളുടെ ആപേക്ഷികാവൃത്തി പട്ടിക നിർമ്മിച്ചു. അഞ്ചാമത്തെ വിലയുടെ ആപേക്ഷികാവൃത്തി 0.1 ആയാൽ അഞ്ചാമത്തെ വിലയുടെ ആവൃത്തി എത്രയെന്നാണ് ചോദ്യം. ഇവിടെ ആപേക്ഷികാവൃത്തി തന്നിട്ടില്ലേ മക്കളെ? ഇല്ലേ? ആപേക്ഷികാവൃത്തി തന്നു. എന്താണ് ആപേക്ഷികാവൃത്തി കാണാനുള്ള ഇക്വേഷൻ? ആവൃത്തി ബൈ ആകെ ആവൃത്തി. എന്താണ് ആകെ ആവൃത്തി? ടോട്ടൽ എത്ര വിലകളാണ്? 120. അപ്പൊ ആകെ ആവൃത്തി എത്രയാ? 120. അത് അവിടെ കൊടുത്താൽ പോരെ? ഈ 120നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഇൻറ്റു ആകും. പോയിന്റും കളയാ, പൂജ്യവും കളയാ. 12നെ അല്ലെങ്കിൽ 120നെ 1 കൊണ്ട് ഗുണിച്ചാൽ 120 പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ, അപ്പോൾ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അപ്പൊ എത്ര കിട്ടും? 12. എത്ര കിട്ടും? 12. അപ്പൊ ആവൃത്തി എത്രയാ? 12. ഓക്കെ. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യനുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇത്രയും ടേംസും കാര്യങ്ങളും, അഥവാ സഞ്ചിതാവൃത്തി പട്ടിക, അതേപോലെ ഓരോ ടാബുലേഷൻസ് ഓരോ ദിവസം നമ്മൾ പറഞ്ഞു. തുടരാവർത്തനം, അതേപോലെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, എന്താ പറയുക, ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അങ്ങനത്തെ കാര്യങ്ങൾ, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഒക്കെ നമ്മൾ പറഞ്ഞു. അതൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.
താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ.